ഹായ് ഓൾ, എല്ലാവർക്കും മീ ആൻഡ് മൈ എക്സ്പെരിമെന്റ്സിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഈ ഒരു ചെടീനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ ഒരു ചെടീനെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, നമ്മുടെ നാട്ടിൻ പ്രദേശത്തൊക്കെ ഇഷ്ടംപോലെ കാണുന്ന ചെടിയാണ് ഈ ഒരു ചെടി. അപ്പം ഇതിൻ്റെ കുറച്ച് കളേഴ്സ് എൻ്റെ അമ്മയുടെ അടുത്തുണ്ട്. അപ്പോൾ അതിൻ്റെ കെയറും അതെങ്ങനെയാണ് ഫ്ലവറിങ് ടിപ്സൊക്കെയാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നോക്കാം. ഇതിൻ്റെ പേര് ബാൽസം എന്നാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇതിനെ കാശിത്തുമ്പ എന്നാണ് സാധാരണ പറയാറുള്ളത്. ഇതിനെ ബാൽസം എന്നും പറയും. അപ്പം ഇത് വളരെ നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്. ഇപ്പം ഈ ഒരു ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് തരാൻ പറ്റുന്ന മാക്സിമം ഫ്ലവേഴ്സ് തന്നു കഴിഞ്ഞാൽ ഇത് നശിച്ചു പോകുന്നൊരു ചെടിയാണിത്. അല്ലാതെ ഇത് കാലങ്ങളോളം നിൽക്കുന്നൊരു ചെടിയല്ല. അപ്പോൾ ഈ ചെടി നശിച്ചു പോകുന്നതോട് കൂടി നമുക്ക് ഇതിന്ന് ഒരുപാട് വിത്തുകൾ കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത ഒരു സീസണിൽ നമുക്ക് ഈ വിത്തുകളൊക്കെ മുളപ്പിച്ച് പുതിയ തൈകളാക്കിയിട്ട് വളർത്തിയെടുക്കാനും പറ്റും. അതാണ് ഈ ഒരു ചെടിയുടെ ഗുണം. അപ്പം ഇതിൻ്റെ കുറേ കളേഴ്സ് ഉണ്ട്. ഇപ്പം എൻ്റെ അമ്മയുടെ അടുത്ത് 4 കളേഴ്സാണുള്ളത്. അപ്പം നമുക്ക് നോക്കാം ഏതൊക്കെയാണ് കളേഴ്സ് എന്ന്. ആദ്യമായിട്ട് ഈ ഒരു വൈറ്റാണ് നമ്മുടെ അടുത്തുള്ളത്. ഇതെല്ലാം ഒരു 2 ലെയറായിട്ട് പെറ്റൽസ് വരുന്നൊരു ടൈപ്പ് ഓഫ് ചെടിയാണ്, പൂക്കളാണ്. കണ്ടോ, താഴെ ഒരു സെറ്റ്, പിന്നെ ഉള്ളില് അങ്ങനെയാണ് ഇതുള്ളത് കേട്ടോ. അപ്പം ഇതാ വൈറ്റ് കളറാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു പിങ്ക് ഷെയ്ഡാണ് നമ്മുടെ അടുത്തുള്ളത്. ഇതാണ് ആ പിങ്ക് ഷെയ്ഡ്. എല്ലാം ഒരു മിനിമം ഹൈറ്റാണ് ഈ ചെടി വെക്കുള്ളൂ. നല്ല ഹൈറ്റിൽ അങ്ങനെ പോവില്ല. അപ്പം ഇതാണ് സെക്കൻഡ് പ്ലാന്റ്. ഇനി തേർഡ് പ്ലാന്റ് വന്നിട്ട് നമ്മുടെ റെഡാണ്. നല്ല ഭംഗിയാണ് റെഡ് കാണാൻ വേണ്ടി കേട്ടോ. നല്ല ചുമന്ന റോസാപ്പൂവിൻ്റെ കളറാണ് ഈ ഒരു പൂവിന്. നല്ല രസമാണ്. പിന്നെ ഇതിൻ്റെ കെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. വെള്ളം ഓവറായി കഴിഞ്ഞാൽ ഈ ചെടി ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതിൻ്റെ സ്റ്റെംസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇതൊരു വാട്ടറി പ്ലാന്റ് ആണ്. ഇതിൻ്റെ സ്റ്റെംസിലൊക്കെ നിറയെ വെള്ളമുള്ള പോലെയാണ് ഇതിൻ്റെ സ്റ്റെംസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ ഓവറായിട്ട് വെള്ളം ഒഴിക്കരുത്. പിന്നെ അതേപോലെ ഇതൊരു ഷെയ്ഡ് ലവിങ് പ്ലാന്റ് ആണ്. ബ്രൈറ്റ് ലൈറ്റ് ആണ് ഇതിന് ഇഷ്ടം. നല്ല സൺലൈറ്റിൽ കൊണ്ടുവയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അമ്മ ഇത് ഇങ്ങനെ മണ്ണിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇവിടെ അത്രയ്ക്ക് അങ്ങോട്ട് വെയിൽ കിട്ടാറില്ല. കുറച്ചു നേരം, അതായത് ഒരു ദിവസത്തിൽ ഒരു 2-3 മണിക്കൂർ മാത്രം നല്ല ബ്രൈറ്റ് സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിൽ ഇതിനെ വെച്ചാൽ മതിയാവും. ഫുൾ ഡേ ഇത് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ചെടി വാടി തളർന്നു പോവും. അപ്പം എപ്പോഴും നമ്മൾ ഇതിനെ കുറച്ചു നേരം ലൈറ്റുള്ള സ്ഥലത്ത് മാത്രം വെച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പം ഇനി നമ്മൾ ഫോർത്ത് കാണാൻ പോകുന്നത് ഈ ഒരു ലൈറ്റ് പിങ്ക് ആണ്. നല്ല രസമല്ലേ കാണാൻ. ഇതാണ് ലൈറ്റ് പിങ്ക് ആയിട്ടുള്ള ചെടി. അപ്പം ഇങ്ങനെ 4 കളേഴ്സാണ് അമ്മയുടെ അടുത്തുള്ളത്. കണ്ടോ, ഇങ്ങനെയാണ് ഈ ചെടി ഇരിക്കുന്നത്. പിന്നെ ഇതിന്റെ വിത്തുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ തൊട്ട് താഴെ തന്നെ കണ്ടോ, നിങ്ങൾ കാണുന്നില്ലേ, ഇതുപോലെ കുഞ്ഞ് കായകൾ പോലെ ഇങ്ങനെ ഉണ്ടാവും. ഇതാണ് ഇതിന്റെ വിത്ത്. ഇതിങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ, ഇതിപ്പോൾ ആയിട്ടില്ല, ഇത് മാക്സിമം ഇതാണ് വലിയൊരു ഇത്. ഇതിനെങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിനെ നമ്മളിങ്ങനെ എടുത്തു കഴിയുമ്പോൾ ഇതിനകത്ത് കണ്ടോ കുറേ മണികൾ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇതാണ് ഇതിൻ്റെ വിത്ത്. അപ്പം ഈ വിത്ത് നല്ലപോലെ ഉണങ്ങിക്കഴിഞ്ഞാൽ കാണാൻ നല്ല കറുത്ത കളറായിരിക്കും. അപ്പം അതാണ് നമ്മൾ ഇതിൻ്റെ വിത്തായിട്ട് എടുത്തു വയ്ക്കുക. അപ്പം ഈ സമയത്തൊക്കെ ഇതിൻ്റെ വിത്തുകൾ നിറയെ വരുമ്പോൾ എടുത്തു വയ്ക്കും. എന്നിട്ട് അടുത്തൊരു സീസണിൽ നമ്മൾ ഇതിനെ പാകി തൈകളാക്കി മുളപ്പിച്ച് എടുത്തതിന് ശേഷം ഇങ്ങനെ ഓരോ ചെടികളായിട്ട് മാറ്റി മാറ്റി കുഴിച്ചിടാണ് അമ്മ ചെയ്യാറുള്ളത്. പിന്നെ ഇതിന് മെയിനായിട്ട് കൊടുക്കുന്ന ഒരു വളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ചാണകം തന്നെയാണ്. ചാണകപ്പൊടി കുറേശ്ശെ ഇതിൻ്റെ താഴെയൊക്കെ അമ്മ വിതറി കൊടുക്കാറുണ്ട്. വേറെ പ്രത്യേകിച്ച് ഒരു കെയറും വേണ്ടാത്ത നല്ല സൂപ്പർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവറിങ് പ്ലാന്റ് ആണിത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെടീനെ പറ്റി അറിയുന്നുണ്ടാകും. എന്നാലും എനിക്കറിയുന്ന കുറച്ച് ഇൻഫർമേഷൻസ് ഈ ഒരു വീഡിയോ കൂടെ ഷെയർ ചെയ്തു എന്ന് മാത്രം. അപ്പം നിങ്ങൾ ഈ വീഡിയോ എൻജോയ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ചെടീനെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ. അപ്പം ഇതിന് പിന്നെ വരുന്ന ചെറിയ അസുഖങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുഴുവാണ് മെയിനായിട്ട് ഈ ചെടിയിൽ വരിക. അപ്പം നമ്മൾ പുഴുവിനെ നോക്കി എടുത്ത് നശിപ്പിച്ച് കളയണതാണ് ഏറ്റവും നല്ലത്. കൂടുതൽ അങ്ങനെ ഫെർട്ടിലൈസേഴ്സ് ഒന്നും ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചെടീനെ പറ്റി പറയാനുള്ളത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.